ഹായ് ഫ്രണ്ട്സ്, ഫിജറേന്നാണ് ഇന്ന് നമ്മൾ ബീച്ചിൽ വന്നേക്കാം കേട്ടോ. ഫിഷിങ്ങിന് വേണ്ടി ബീച്ചിങ്ങിൽ വന്നേക്കാണ്. അത്യാവശ്യം നന്നായിട്ട് ഫിഷ് കിട്ടുന്ന ഒരു ഏരിയയിൽ തന്നെ കേട്ടോ നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഈ സെയിം സ്ഥലത്ത് തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മൾ ചൂണ്ട മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അന്നേരമാണ് കൂടുതൽ പേരും സബിക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് മീൻ പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ വന്നപ്പോഴും സബിക്കൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് പഴയതിൽ കൂടുതൽ മീൻ കിട്ടി കേട്ടോ ഈ തവണ വന്നിട്ട്. ഇത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ പോയതാട്ടോ. കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്, പക്ഷെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഇതിൻ്റെ ഷോർട്ട് വീഡിയോസ് ഞാൻ യൂട്യൂബിലും അതേപോലെ തന്നെ ടിക്ടോക്കിലും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പലരും ചോദിച്ചൊരു ഇതാണ്, സ്ഥലം എവിടെയാണെന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഫിജറയിലാണ് വരുന്നത്, ബീച്ചിൽ തന്നെ. അപ്പോൾ ലോങ് വീഡിയോ ആയിട്ട് ഇപ്പോഴാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്, കുറച്ച് വൈകിപ്പോയി. അപ്പോൾ നമ്മൾ ഈവനിങ് ടൈമിലാട്ടോ വന്നേക്കുന്നത്. ഇപ്പോൾ ഒരു 4:30 ഒരു 5 മണി ആ ഒരു ടൈമിലാണ് നമ്മൾ വന്നത്. പിന്നെ രാത്രി വരെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ വന്നപ്പോൾ കുറച്ച് പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചൂണ്ടിടുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് വെയിലൊക്കെ ഒന്ന് ആറി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർ വന്നു തുടങ്ങുന്നുണ്ട്. നമ്മൾ ചെന്നപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല, എന്നാലും ആൾക്കാരിങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇനി രാത്രി ആകുമ്പോഴേക്കും ഇവിടെ നിറയെ ആൾക്കാരാവും. അപ്പോൾ ഇതാ നന്നായിട്ട് മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു തവണ തന്നെ 5 എണ്ണമൊക്കെ വെച്ചിട്ട് തന്നെ കുറേ കിട്ടിയായിരുന്നു അങ്ങനെ. അപ്പോൾ ഇത് കണ്ണയിലാണ് കേട്ടോ. നാട്ടിൽ നമ്മൾ കണ്ണയില എന്ന് പറയുന്ന ചെറിയ അയിലയില്ലേ, അങ്ങനത്തെ മീനാട്ടോ കൂടുതലും കിട്ടിയത്. എല്ലാവർക്കും ആ ഒരു കണ്ണയില തന്നെയാട്ടോ കിട്ടുന്നത് കൂടുതലായിട്ടും. നാട്ടിൽ കണ്ണയില എന്നാണ് പറയുന്നെങ്കിലും ഇവിടെ ഫിജറയിൽ തന്നെ സീമ ഫിഷ് എന്നാട്ടോ പറയുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആ ഫിഷ് ഉണ്ട്. അപ്പോൾ ഇതാ സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ രാത്രിയായിട്ടോ. അപ്പോൾ ഇവിടെ നല്ല തിരക്കായി തുടങ്ങി. അപ്പോൾ കൂടുതലും ഫാമിലീസൊക്കെ ഈ ടൈമിൽ വരുന്നുണ്ട് കേട്ടോ. മലയാളീസ് ഫാമിലീസൊക്കെ കുറവാണ്, ഫിലിപ്പീൻസാണ് കൂടുതലും ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാ വെള്ളത്തിലോട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം മീനുണ്ടെന്ന്. അപ്പോൾ നല്ല ബ്രൈറ്റ് ലൈറ്റിൻ്റെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വയ്ക്കുമ്പോഴാണ് കൂടുതലായിട്ടും മീൻ ആ വെട്ടം കണ്ടിട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഭാഗത്ത് നല്ല രീതിക്ക് മീനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല പോലെ മീൻ കിട്ടുന്നുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ ഇതാ ഒരു ചൂണ്ടയിൽ തന്നെ നമുക്ക് 4-5 മീനൊക്കെ ഒരുമിച്ച് കിട്ടുന്നത്. രാത്രിയിൽ കൂടുതലും അങ്ങനെ ആട്ടോ കിട്ടിയത്. നമുക്ക് എല്ലാം വീഡിയോസിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല, കാരണം മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന കാരണം കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഓരോ തവണയും ഇങ്ങനെ തന്നെ കിട്ടിക്കൊണ്ടിരുന്നത് എല്ലാവർക്കും തന്നെ, കാരണം ആ വെട്ടം വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ആ വെട്ടം കണ്ടിട്ട് കൂടുതലും മീനുകൾ ഈ ഒരു ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ നല്ല പോലെ മീൻ കിട്ടി കേട്ടോ. ഫാമിലീസൊക്കെ കൂടുതലും ഇവിടെ തന്നെ ഇരുന്നാട്ടോ കുക്കൊക്കെ ചെയ്യുന്നത്. അവർ മീൻ അപ്പം തന്നെ നന്നാക്കി എടുത്തിട്ട് കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നാട്ടിലങ്ങനെ മീൻ പിടിക്കാനൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ ബ്രദറിൻ്റെ കൂടെ ഞാനിങ്ങനെ മീൻ പിടിക്കാനൊക്കെ വരുന്നത്. അപ്പോൾ എനിക്ക് ഒട്ടും അറിയാത്ത ആളാണ് ഞാൻ മീൻ പിടിക്കാനൊന്നും. അങ്ങനെയുള്ള എനിക്ക് തന്നെ എത്രയോ മീനെ കിട്ടി, കാരണം അത്രമാത്രം മീനുണ്ടായിരുന്നു ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ടൈം പോകുന്നത് അറിയില്ല, നല്ല രസമാണ് ഇങ്ങനെ ഇരിക്കാൻ. അതുപോലെ തന്നെ കൂടുതലും കണ്ണയിലേനെ തന്നെയാട്ടോ എല്ലാവർക്കും കിട്ടുന്നത്. ആ ഒരു മീനെ തന്നെയാണ് കൂടുതൽ എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ബീച്ചിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത് ഉള്ളിലേക്ക് ആണ് കേട്ടോ. ഇത് ഉള്ളിലേക്ക് കുറച്ച് നടക്കാനുണ്ട്, കുറച്ച് കൂടുതൽ തന്നെ നടക്കാനുണ്ട് ഈ കെട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ വന്നാൽ നല്ലപോലെ മീൻ കിട്ടും, കുറേ നടക്കണമെങ്കിലും മീൻ കിട്ടും കേട്ടോ. ഇതാ ഈ രാത്രി ടൈമിൽ നമ്മുടെ ഓപ്പോസിറ്റ് ഫിജറ സിറ്റിയാണ് കാണുന്നത്. നല്ല രസമാണ് കേട്ടോ ഈ ലൈറ്റിൽ ഫിജറ സിറ്റി ഇങ്ങനെ കാണാൻ നല്ല രസമാണ്. അപ്പം ഞങ്ങൾ 3 പേരും കൂടി നൈറ്റ് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ. പിന്നെ കൂടുതലും നമ്മൾ ഉള്ളിലേക്ക് കയറി വരാതെ തന്നെ ബീച്ച് സൈഡിലിരുന്ന് തന്നെ നമ്മൾ ടെൻ്റൊക്കെ അടിച്ച് ചിക്കനൊക്കെ ചൂടും മീൻ ചൂടുക ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വരും. അപ്പോൾ അതാ ഈ ഒരു സ്പോട്ടിലേക്ക് ഉള്ളിലേക്ക് കുറേ വരുന്ന ടൈമിലൊക്കെ നമ്മളിവിടെ കുക്കൊന്നും ചെയ്യാറില്ല കേട്ടോ. നമ്മൾ ഫിഷിങ് കഴിഞ്ഞിട്ട് നേരെ പോവും. അല്ലാതെ നമ്മൾ ബീച്ചിലേക്കൊക്കെ വരുമ്പോഴാണ് കൂടുതലും കുക്ക് ചെയ്യുക, ഗ്രില്ലൊക്കെ ചെയ്യും. ചിക്കനും അതുപോലെ തന്നെ ഫിഷൊക്കെ കൊണ്ടുവന്ന് കുക്ക് ചെയ്യും ആ ടൈമിൽ. അങ്ങനെ ഞങ്ങൾ രാത്രി കുറേ നേരമൊക്കെ ബീച്ചിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്. നല്ല രസമാണ് കേട്ടോ ബീച്ചിൽ ഇങ്ങനെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇന്നത്തെ ഫിഷും കഴിഞ്ഞു കേട്ടോ. നമ്മളിതേ തിരിച്ചു പോവാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ അവിടെ നിന്ന് നല്ല മീനൊക്കെ പിടിച്ചു. ഇനി നമ്മളിത് തിരിച്ചു പോവാണ്. തിരിച്ചു പോകാനാണെങ്കിൽ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഫിജറയിലുള്ളവർക്ക് അറിയാൻ പറ്റും, ഞങ്ങൾ താമസിക്കുന്നത് ലേഡീസ് പാർക്കിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ വരെ ഇനി സൈക്കിൾ ചവിട്ടി പോകണം. അപ്പോൾ അങ്ങോട്ട് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നല്ല ഇൻട്രസ്റ്റ് ആണ്, പക്ഷെ പോകുമ്പോൾ കുറച്ച് മടിയാണ്, അത്രയും ദൂരം പോകണ്ടേ. അപ്പോൾ നമ്മൾ റൂമിലെത്തിയിട്ടു. അപ്പോൾ ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്ത് നമുക്കൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതൊരു 5-6 കിലോൻ്റെ അടുത്ത് തന്നെ മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് മീനൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ ഇത് മുഴുവൻ എന്തായാലും നമ്മൾ എടുക്കില്ല. അപ്പോൾ നമ്മളിത് അപ്പുറത്തുള്ള വില്ലയിലെ ചേച്ചിമാർക്ക് കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചേക്കും കേട്ടോ. അപ്പോൾ ഇത്രയും മീനുകളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കിനി ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് വേണം നമുക്കിന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുവരെയായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ നിന്നൊരു 5-6 മീൻ മാത്രമേ നമുക്ക് വേറെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം കണ്ണയിൽ തന്നെയാണ്, സെയിം ആയിട്ടുള്ള മീൻ തന്നെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് 2 പാത്രത്തിലേക്കായിട്ട് മാറ്റി വെക്കാം കേട്ടോ, അവർക്കും കൂടി കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അവർക്കും കൂടിയും കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഇനി അടുത്ത വീക്കിൽ നമുക്ക് ഓഫ് കിട്ടുന്ന ദിവസമായിട്ട് ഇനി നമ്മൾ ഫിഷിങ്ങിനായിട്ട് പോവുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.